പാലക്കാട്ട് നിന്നും അരുൺ കൊടുങ്ങൂരാണ് ഈ വാർത്ത നൽകിയത്. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചാരണ വീഡിയോ CPM പേജിൽ പ്രചരിപ്പിച്ചത് CPM അഡ്മിൻ തന്നെ. ഇതോടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ വാദം പൊളിയുകയാണ്. വീഡിയോ വന്നതോടെ ജില്ലാ കമ്മിറ്റി അഡ്മിൻ പാനൽ അഴിച്ചുപണിതു. പാർട്ടി സംസ്ഥാന നേതൃത്വം വിവരങ്ങൾ തേടിയിട്ടും ജില്ലാ കമ്മിറ്റി ഇതുവരെ പരാതി നൽകിയിട്ടുമില്ല. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഇന്നലെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനു പറഞ്ഞത് ആ പേജ് CPMൻ്റെ പേജ് ഹാക്ക് ചെയ്തു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് CPM അഡ്മിൻ തന്നെ അതിന് കാരണക്കാരനായി എന്നുള്ള ആക്ഷേപം വന്നപ്പോഴാണ് പറഞ്ഞത് ഹാക്ക് ചെയ്തു എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ള കാര്യം ഇന്ന് വ്യക്തമാകുന്നു. CPM ഇക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം ഇപ്പോൾ നൽകുന്നുണ്ടോ മിഥുൻ മുരളി? ഇന്നലെ തന്നെ കേൾക്കാമെങ്കിൽ ഉദയഭാനു ഇന്നലെ പറഞ്ഞത് CPMൻ്റെ സോഷ്യൽ മീഡിയയിലെ പേജ് ഹാക്ക് ചെയ്തു എന്നാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനു പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. അഡ്മിൻ തന്നെ അക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടതിൻ്റെ തെളിവുകൾ ഇന്ന് ലഭിക്കുന്നു. അപ്പോൾ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇപ്പോൾ എന്താണ് അവരുടെ അഭിപ്രായം? എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ മിഥുൻ മുരളി? വിനോദ, ഔദ്യോഗികമായ പ്രതികരണമൊന്നും പാർട്ടി നേതൃത്വം ഇതുവരെ നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവത്തിൽ വീഡിയോ പ്രചരിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ പാർട്ടി അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിലാണ് അഡ്മിന്മാരിൽ ഒരാൾ തന്നെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് കണ്ടെത്തിയത്. അഡ്മിൻ കഴിഞ്ഞ ദിവസം രാത്രി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഈ വീഡിയോയുടെ പേര്, പത്തനംതിട്ട CPM എന്നുള്ള പേജിന്റെ പേര് കാണത്തക്ക വിധം സ്ക്രീൻ റെക്കോർഡും ചെയ്തു. പിന്നീട് അത് വ്യാപകമായി പ്രചരിക്കപ്പെടുകയായിരുന്നു എന്നാണ് പാർട്ടി കണ്ടെത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഈ അഡ്മിനെതിരെ നടപടിയെടുക്കാനും പറ്റാത്ത സാഹചര്യമാണ്. പരസ്യമായിട്ടുള്ള ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ നാണക്കേടാകും. പ്രതിരോധത്തിലാണ് ഇപ്പോൾ പാർട്ടി ഉള്ളത്. അതുകൊണ്ട് ഇയാൾക്കെതിരെ രഹസ്യമായിട്ടുള്ള നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ പാർട്ടി നേതൃത്വം ഇടപെട്ടുകൊണ്ട് അഡ്മിൻ പാനൽ വളരെ ചുരുക്കം ആളുകളിലേക്ക് മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട് എന്നുമാണ് നിലവിൽ അറിയുന്നത്. 63,000 ഫോളോവേഴ്സ് ഉള്ള CPMന്റെ ഔദ്യോഗികമായിട്ടുള്ള പേജായി CPM മുൻകാല കാര്യങ്ങളുമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരുന്ന ഒരു പേജാണിത്. ഈ പേജിലാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വീഡിയോ പാലക്കാട്ടെ സ്നേഹവിസ്മയം എന്ന പേരിൽ പ്രചരിക്കപ്പെട്ടത്. ഹാക്കിംഗ് ആയിരുന്നു എന്നാണ് CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഇതിനെ തൊട്ട് പിന്നാലെ തന്നെ പ്രതികരിക്കുകയും ചെയ്തത്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കോൺഗ്രസുകാരായിരിക്കാം ഈ ഹാക്കിന് പിന്നിലെന്ന് അദ്ദേഹം സംശയം പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാനും ശ്രമിച്ചിരുന്നു. ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. പോലീസിൽ പരാതി നൽകി ആ രീതിയിലുള്ള അന്വേഷണം ഉണ്ടായാൽ CPM നേതൃത്വത്തിലേക്ക് തന്നെ സെറ്റിംഗ് ജില്ലാ കമ്മിറ്റിയിലേക്കും അഡ്മിനിലേക്കും ഈ അന്വേഷണം എത്തും എന്നുള്ള കാര്യമുള്ളത് കൊണ്ടാണ് CPM നേതൃത്വം ഇതുവരെ പോലീസിൽ പരാതി നൽകാത്തത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായതിന് പിന്നിൽ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വീഡിയോ പത്തനംതിട്ട CPMന്റെ പേജിൽ പ്രചരിപ്പിച്ചതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ അടക്കമുള്ള ആളുകൾ സ്വീകരിക്കാൻ പോയതിൽ പത്തനംതിട്ട CPMലെ ചില പ്രവർത്തകർക്ക് എതിർപ്പുണ്ട് എന്നുള്ളതാണ്. PP ദിവ്യ നവീൻ ബാബു വിഷയത്തിൽ നവീൻ ബാബുവിനോടൊപ്പമായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ CPM പ്രവർത്തകർ ഉണ്ടായിരുന്നത്. തുടക്കം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടായിരുന്നു പത്തനംതിട്ട CPM പ്രവർത്തകരും നിലയുറപ്പിച്ചത്. ആ സാഹചര്യത്തിൽ PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചപ്പോൾ അതിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പാർട്ടി പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ള ആളുകൾ പോയത് പത്തനംതിട്ട CPMലെ പ്രവർത്തകരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിരോധമാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ പാർട്ടി നേതൃത്വത്തെ അറിയിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുത്തു ചൂണ്ടിക്കാണിക്കാനുള്ളത്. രണ്ടാമതായിട്ട് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി P സരിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ ഉള്ളിൽ തന്നെ അമർഷമുണ്ട്. പാർട്ടി പ്രവർത്തകർക്ക് അതിൽ എതിർപ്പുണ്ട്. ഈ എതിർപ്പ് അറിയിക്കാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചരണ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് പാലക്കാട്ടെ സ്നേഹവിസ്മയം എന്ന അടിക്കുറിപ്പ് നൽകിക്കൊണ്ട് ഈ എതിർപ്പ് പാർട്ടി നേതൃത്വത്തെ അറിയിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്നുള്ളതാണ് രണ്ടാമത്തെ വിലയിരുത്തൽ. മൂന്നാമത് ഇപ്പോൾ സമ്മേളന കാലമാണ്. സമ്മേളന കാലമായിട്ട് വിവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, ഭിന്നതകളുണ്ട്. ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും ഭിന്നസ്വരങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് സമ്മേളന കാലത്തെ ഭിന്നതയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പ്രചരിച്ചത് എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു അനുമാനമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ രഹസ്യമായ ഒരു നടപടിയായിരിക്കും ഈ അഡ്മിന് നേരെ ഉണ്ടാവുക. പരസ്യമായ നടപടി ഉണ്ടായാൽ അത് പാർട്ടിയെ വലിയ നാണക്കേടിലേക്കാക്കും. സൈബർ സഖാക്കൾ ഇപ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഹാക്കിംഗ് ആണ് എന്നുള്ള തരത്തിൽ തന്നെയാണ്. പാർട്ടി ജില്ലാ നേതൃത്വം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് സൈബർ പ്രവർത്തകർ ഈ ഒരു കാര്യത്തിൽ
ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ ന്യായീകരണം തുടരണം എന്നുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ അഡ്മിനെതിരെ പരസ്യമായ ഒരു നടപടി ഉണ്ടായാൽ അത് സാധ്യമല്ല. അതുകൊണ്ട് രഹസ്യമായ ഒരു നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നത് നിലപാട് തേടിയിട്ടുണ്ട്, വിശദീകരണം തേടിയിട്ടുണ്ടെന്നും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും പോലീസിൽ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. ഉടൻ പരാതി നൽകുമെന്നായിരുന്നു ഇന്നലെ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത്. ഇതുവരെയും പരാതി നൽകാനും CPM നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതൊരു CPM കോൺഗ്രസ് ഡീൽ എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ പ്രതികരിച്ചത്. ഇന്ന് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയും പ്രതികരിച്ചത് CPM കോൺഗ്രസ് സഖ്യം. അതെ, അങ്ങനെ തന്നെയാണ്. ഈ അഡ്മിൻ പാനലിൽ നിന്ന് ഒഴിവാക്കിയതല്ലാതെ നേരത്തെ മിഥുൻ മുരളി പറയുന്നുണ്ട്, ഈ ADM വിഷയത്തിൽ CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുമായി വിഘടിച്ച് നിൽക്കുന്ന, അഭിപ്രായ ഭിന്നതയോടുകൂടി നിൽക്കുന്ന CPMന്റെ ജില്ലാ ഘടകമാണ് പത്തനംതിട്ടയിലേത്. അവർ ADMന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുന്നു. പക്ഷേ CPMന്റെ സംസ്ഥാന നേതാക്കളടക്കം PP ദിവ്യയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു അമർഷം പാർട്ടിക്കുണ്ട്. ആ അമർഷം രേഖപ്പെടുത്താൻ വേണ്ടി ഇത് മനഃപൂർവ്വം ഇത്തരത്തിൽ ഒരു പ്രതിലോഭകരമായ ഒരു കാര്യം ചെയ്തു എന്ന് പറയാം. എങ്കിലും അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ അഡ്മിനെ നീക്കം ചെയ്തതല്ലാതെ ഈ അഡ്മിനെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണല്ലോ മിഥുൻ മുരളി പറയുന്നത്. അപ്പോൾ ഈ അഡ്മിൻ ആരാണ്? ആ പേര് നമുക്ക് ലഭിക്കുന്നുണ്ടോ? പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ ആവാമല്ലോ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. മിഥുൻ മുരളി, വിനോദ്, അഡ്മിൻ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമല്ല. അഡ്മിന്മാർ ഏറെയുള്ള ഒരു പേജായിരുന്നത്, ഒരുപാട് അഡ്മിന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അഡ്മിന്മാരിൽ ആരാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു അഡ്മിൻ്റെ മാത്രം ഒരു അഭിപ്രായത്തിൻ്റെ പുറത്തല്ല ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടായത് എന്നുള്ള വിലയിരുത്തലുകളുണ്ട്. അഡ്മിന്മാർ കൂട്ടായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ CPM പ്രവർത്തകരുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ പ്രചരിപ്പിച്ചത് എന്നുള്ള അനുമാനവും ഉണ്ടാകുന്നുണ്ട്, എന്നുള്ള വിലയിരുത്തലുകളും ഉണ്ടാകുന്നുണ്ട്. ഒരാളുടെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പുറത്തല്ല, വ്യക്തിപരമായ ഒരു എതിർപ്പ് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്തല്ല ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ്. ഒന്നിലധികം ആളുകളുടെ പ്രവർത്തകരുടെ അഡ്മിന്മാരുടെ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ആ അഡ്മിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏതാനും ചില ആളുകൾ, പാർട്ടിക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഏതാനും ചില ആളുകൾ മാത്രമാണ് ഇപ്പോൾ അഡ്മിന്മാരായിട്ട് ഈ പേജിൻ്റെ അഡ്മിൻ ചുമതല വഹിക്കുന്നത്. അത്തരത്തിലേക്ക് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ രഹസ്യ നടപടി മാത്രമേ പാർട്ടിക്ക് എന്തായാലും സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പരസ്യ നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വലിയ രീതിയിൽ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കും. ഇപ്പോൾ തന്നെ സൈബർ ലോകത്ത് വലിയ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. അപ്പോഴെല്ലാം പാർട്ടി സൈബർ പ്രവർത്തകർ ഇതിനെ പ്രതിരോധിക്കുന്നത് ഇത് ഹാക്കിംഗ് ആണ്, പുറത്തുനിന്നുള്ള ആളുകൾ ചെയ്തിരിക്കുന്ന ഹാക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ന്യായീകരണം മുന്നോട്ട് പോകണമെങ്കിൽ, വാദിക്കണമെങ്കിൽ ഇത് അഡ്മിൻ തന്നെ ചെയ്തതാണ് എന്നുള്ള കാര്യം പരസ്യമായി അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് അത്തരത്തിൽ തന്നെ രഹസ്യ നടപടി ഇയാൾക്കെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്, എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതുവരെയും ഇയാളുടെ പേര് വ്യക്തമായിട്ടില്ല. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 കാരണങ്ങൾ. ഒന്ന്, PP ദിവ്യയുടെ പിന്തുണ അറിയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടിയിലെ ചില പ്രവർത്തകർക്കുള്ള അമർഷം, അത് രേഖപ്പെടുത്താനുള്ള ഒരു ഉപാധിയായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു. രണ്ടാമതായിട്ട് പാർട്ടി സമ്മേളന കാലത്തെ ഭിന്നതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നസ്വരങ്ങൾ, പല മേഖലകളിലും ഏരിയ സമ്മേളനങ്ങളിലൊക്കെ ഭിന്നസ്വരങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ അതൃപ്തി അറിയിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതാകാം എന്നുള്ള വിലയിരുത്തൽ. മൂന്നാമതായിട്ട് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി P സരിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള എതിർപ്പ്. വളരെ പെട്ടെന്ന് കോൺഗ്രസിൽ നിന്ന് ഈ ഇടതുപക്ഷത്തേക്ക് വരികയും സ്ഥാനാർത്ഥിയാകുകയും ഒക്കെ ചെയ്ത P സരിനോട് ചില പാർട്ടി പ്രവർത്തകർക്ക്, കേരളത്തിൽ മൊത്തം പാർട്ടി പ്രവർത്തകർക്ക് എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഇത്തരത്തിൽ അറിയിക്കാൻ ഒരു ഉപാധിയായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. വ്യക്തമാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് വരുന്നത്. 3 കാരണങ്ങളാണ് അതിന് പ്രധാനമായിട്ടുള്ളത്. ADMന്റെ കുടുംബത്തെ പിന്തുണയ്ക്കാതെ നിൽക്കുന്ന CPMന്റെ ഇരട്ടത്താപ്പ് നയമാണ് അതിലൊന്ന്. 2, അവിടുത്തെ കോൺഗ്രസ് വിമതനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള പ്രതിഷേധം, കൂടാതെ പാർട്ടി സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്ന വിഭാഗീയത. ഈ 3 കാരണങ്ങളാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടാൻ കാരണമായത്. എന്തായാലും അഡ്മിനെ നീക്കിയതല്ലാതെ ഒരു നടപടിയും പാർട്ടി കൈക്കൊള്ളുന്നില്ല, പരാതിയും കൊടുക്കുന്നില്ല. പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.